Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാം? നമ്മൊരു പർച്ചേസ് ഓർഡറിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അതിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ അല്ലെ? എന്താണ് നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തുടങ്ങാലോ. ഓക്കെ, to complete a purchase order successfully, follow the steps below. അല്ലെ? നമ്മൾ എന്താണ് ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് താഴെ തന്നിരിക്കുന്ന സ്റ്റെപ്സുകൾ അല്ലെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കി, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ? ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം അതാണ് അല്ലെ? നമുക്ക് എന്താണ് ആവശ്യം അല്ലെ? നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം ഒരു അറിവുണ്ടായിരിക്കണ്ടേ? വേണ്ടേ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊന്ന് നോക്കിയേ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് അല്ലെ? ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് പ്രോസസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമാണ് അല്ലെ? അപ്പൊ അവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് എന്തായിരിക്കണം? അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകൾ, എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കണം അല്ലേ? ആണോ? അപ്പൊ ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ, നമുക്ക് എന്താണ് വാങ്ങേണ്ടതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഡിറ്റർമിൻ വിച്ച് ഐറ്റംസ് യു നീഡ് ടു പർച്ചേസ് ഫ്രം ദ സെല്ലർ ആൻഡ് ഇറ്റ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി അല്ലെ? എന്താണ്, നമുക്ക് ഏത് ഐറ്റംസ് ആണ്, ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല്ലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങണം എന്ന് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? നിർണയിച്ചിട്ടുണ്ടായിരിക്കണം. ദിസ് ഡിറ്റർമിനേഷൻ ഈസ് ഓഫൻ ഡൺ വിയ എ പർച്ചേസ് റിക്വസിഷൻ ഫ്രം വിച്ച് ഈസ് കംപ്ലീറ്റഡ് ബൈ മാനേജ്മെന്റ് ആൻഡ് സെൻഡ് ടു ദി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മൾ പർച്ചേസ് എൻക്വയറി ഒക്കെ നടത്തുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട്, നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഈ ഒരു പർച്ചേസ് റിക്വസിഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു പർച്ചേസ് റിക്വസിഷന്റെ സഹായത്തോടു കൂടി നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും എന്നിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റും അവർക്ക് എത്ര പ്രോഡക്റ്റുകൾ, എന്ത് പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമായി വരുന്നുണ്ട്, എത്ര അളവിലെ ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയിലെ ആവശ്യമായി വരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ പർച്ചേസ് റിക്വസിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അയക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ് അല്ലെ? നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എപ്പോഴാണ് ആവശ്യമായി വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഇപ്പൊ നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ 19-ാം തീയതി നമ്മൾ ഓർഡർ ചെയ്തു, നമുക്കൊരു 25-ാം തീയതി ആവുമ്പോഴേക്കും ആ ഒരു പ്രോഡക്റ്റ് കിട്ടണം എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കണ്ടേ? അത് നമ്മൾ സപ്ലയേഴ്സിന്റെ അടുത്ത് അറിയിച്ചാലല്ലേ അവർക്ക് ആ കറക്റ്റ് ഡേറ്റിന് നമുക്ക് ആ പ്രോഡക്റ്റ് ലഭ്യമാക്കാൻ സാധിക്കുള്ളൂ അല്ലെ? അതല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള ആ ഡേറ്റിന് നമുക്ക് തരാൻ പറ്റുമോ? അവർക്ക് പ്രോഡക്റ്റ് തരാൻ പറ്റുമോ? ഇല്ല, അവർക്ക് അറിയില്ല അല്ലെ?
എന്നേക്കാണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമായി വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമായി വരുന്നത് എന്നാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. Evaluate your business practices to determine exactly when you need your purchase order fulfilled. എന്താണ് നിങ്ങളുടെ പർച്ചേസ് ഓർഡർ എപ്പോൾ നിറവേറ്റണമെന്ന് കൃത്യമായി എന്താണ് നമ്മൾ നിർണയിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓക്കെയാണോ? നമ്മുടെ പർച്ചേസ് ഓർഡർ, നമ്മ പർച്ചേസിംഗ് ഓർഡർ കൊടുത്ത് അത് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം, അവർ സപ്ലയേഴ്സ് എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണമെന്ന് നമ്മ മുൻകൂട്ടി നിർണയിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെയാണോ? ഫസ്റ്റ് പറയുന്നത് എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത് പറയുന്നത് നമ്മൾ ആ ഒരു ഐഡന്റിഫൈ ചെയ്ത പ്രോഡക്റ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എന്ന് ലഭ്യമാക്കണമെന്നും നമ്മൾ മുൻകൂട്ടി നിർണയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. അപ്പൊ നമ്മ ഡേറ്റ് നമ്മ മനസ്സിലാക്കി എന്ന് കിട്ടണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ളതെന്ന് കിട്ടി. പിന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നും കിട്ടി അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ഓർഡർ അയക്കണോ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ അയക്കണം അല്ലെ, ഡ്രാഫ്റ്റ് ചെയ്യണം. Include a clear description of each items, the items identification number where applicable, the quantity and the price. എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡറിൽ നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ അല്ലെ എന്താണ് നമുക്ക് ആവശ്യമായി വരുന്നത് അല്ലെ, എന്താണ് ഏത് മോഡലാണ് ആവശ്യം അല്ലെ, അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ, ആ ഒരു മോഡലിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷന്, കൂടാതെ എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട്, അതിന്റെ പ്രൈസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പർച്ചേസ് ഓർഡറിൽ വ്യക്തമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ പർച്ചേസ് ഓർഡർ കണ്ടപ്പോ കണ്ടില്ലേ, പ്രൈസ് എന്താണ്, ആ ഒരു എന്ത് പ്രോഡക്റ്റ് ആണ് ആവശ്യമെന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഏത് മോഡലാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ ടോട്ടൽ പ്രൈസ് എന്താണ് വരുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായില്ലേ, കണ്ടില്ലേ എക്സാമ്പിൾ കാണിച്ചു തന്നപ്പോ മിസ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള മോഡൽ നമ്പറോ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാ, ഏത് ഐറ്റം ആണ് വേണ്ടതെന്ന് എഴുതാ, അതിന്റെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, അതിന്റെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മ പർച്ചേസ് ഓർഡറിൽ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഫോർ ട്രാൻസ്പെറൻസി യു ഷുഡ് ഇൻക്ലൂഡ് ബോത്ത് ദ പ്രൈസ് per item and the total price based upon the number of each item that you will buy. എന്താണ് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെ, സുതാര്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഐറ്റംസിന്റെയും എത്രയാണ് വരുന്നത് അല്ലെ, പെർ ഐറ്റം. ഒരു ഐറ്റത്തിന് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ, സ്റ്റെതസ്കോപ്പ് പറഞ്ഞു, സ്പെസിഫിക്കേഷൻ പറഞ്ഞു, അതില് ഒരെണ്ണത്തിന്റെ റേറ്റ് എങ്ങനെയാണ് 2000 അല്ലെ. എന്നിട്ട് അവരെന്ത് ചെയ്തു, ക്വാണ്ടിറ്റി അല്ലെ 200 എണ്ണം വേണം. എന്നിട്ട് അവരെന്ത് ചെയ്ത് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഈ 200 എണ്ണത്തിന് അപ്പൊ 2000 രൂപ വെച്ച് ടോട്ടൽ എത്ര വരും എന്ന് ഉൾപ്പെടുത്തിയത് കണ്ടോ. അപ്പൊ അങ്ങനെ കൂടുതൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി ആ ഒരു ഐറ്റത്തിന്റെ പെർ റേറ്റ് എങ്ങനെയാണ്, അവർക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിന് ടോട്ടൽ എത്ര വരും എന്നുള്ള കാര്യങ്ങൾ നമ്മ പർച്ചേസ് ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, at the bottom of the purchase order you will include a total for all products on the purchase order അല്ലെ. ഇതേപോലെ നമ്മൾ ഈ പർച്ചേസ് ഓർഡർ ടോപ്പിൽ അല്ലെ ഏറ്റവും ഇതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് നമ്മൾ എത്ര ടോട്ടൽ എമൗണ്ട് നമ്മുടെ സപ്ലയേഴ്സിന് പേ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ എന്താണ്, ഐഡന്റിഫൈ ചെയ്തു,
നമ്മ പ്രോഡക്റ്റ് എന്നാണ് കിട്ടേണ്ടതെന്ന് നമ്മ ഡിറ്റർമിൻ ചെയ്തു. നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്തു അല്ലെ, തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് എന്താണ് പർച്ചേസ് ഓർഡർ നമ്മ സെല്ലേഴ്സിന് സബ്മിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് സെൻഡ് യുവർ സെയിൽസ് representative or other point of contact to the completed purchase order with all the items you need as well as the date by which you need them. അല്ലെ എന്താണ് നമ്മുടെ പർച്ചേസ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സോ അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് പോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ആരാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയതിനു ശേഷം എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സെല്ലേഴ്സിന് സെൻഡ് ചെയ്യുന്നു അല്ലെ, അയക്കുന്നു. ഓക്കെ ആണോ? നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, അതിന്റെ റേറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയതിനു ശേഷം നമ്മുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ ആ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ആ ഒരു പൊസിഷൻ ആരാണോ വഹിക്കുന്നത് ആ ഒരു വ്യക്തി നമ്മുടെ സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സെല്ലേഴ്സിനെ ആ ഒരു പർച്ചേസ് ഓർഡർ അയക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വെയിറ്റ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദി പർച്ചേസ് ഓർഡർ അല്ലെ. നമ്മൾ പർച്ചേസ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സിന് അയച്ചു, അവർക്ക് കിട്ടിയോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പാക്കണ്ടേ? അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു പർച്ചേസ് ഓർഡർ മിസ്സായിട്ടുണ്ടോ അല്ലെ, അവരിൽ നിന്ന് കാണാതായിട്ടുണ്ടോ അല്ലെ. അപ്പൊ ആ ഒരു കൺഫർമേഷൻ നമ്മുടെ പർച്ചേസ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സ് സ്വീകരിച്ചു അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സ് സ്വീകരിച്ചു എന്നതിനുള്ള ഒരു തെളിവാണ് എന്ത് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെയാണോ? അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ബയേഴ്സ് വെയിറ്റ് ഫോർ കൺഫർമേഷൻ ഓഫ് ദി പർച്ചേസ് ഓർഡർ അല്ലെ. നമ്മുടെ പർച്ചേസ് ഓർഡർ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെ. ഇഫ് യു ഡു നോട്ട് റിസീവ് എ കൺഫർമേഷൻ, നമ്മുടെ ബയേഴ്സിന് ആ ഒരു കൺഫർമേഷൻ ലഭിച്ചില്ല, നമ്മുടെ സെല്ലേഴ്സ് ആ ഒരു പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്തിട്ടില്ല റിസീവ് ചെയ്തു എന്നുള്ള ഒരു കൺഫർമേഷൻ ലഭിച്ചില്ല എങ്കിൽ കോണ്ടാക്ട് ദ കമ്പനി ടു ക്വയറി അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് യുവർ സബ്മിഷൻ അല്ലെ. അപ്പൊ ആ ഒരു കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സബ്മിഷൻ ആ ഒരു പർച്ചേസ് ഓർഡർ സബ്മിഷനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ചോദിക്കുക. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയാം വെയിറ്റ് ഫുൾഫിൽമെന്റ് ആൻഡ് ഇൻവോയ്സ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, നമ്മുടെ പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യണം, അവര് നിറവേറ്റണം അല്ലെ. നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ നമുക്ക് തരണം അല്ലേ, ആണോ? ഒരു കൺഫർമേഷൻ കൊടുത്തു, അതിന് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ നമ്മുടെ ബയേഴ്സിന് കൊടുത്തു, അതിനുശേഷം നമുക്ക് ആ ഒരു കറക്റ്റ് ഡേറ്റ് നമുക്ക് സാധനങ്ങൾ ലഭ്യമാക്കണം അല്ലെ. അപ്പൊ വെയിറ്റ് ഫുൾഫിൽമെന്റ് ആൻഡ് ഇൻവോയ്സിന് നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ അവർ ഫുൾഫിൽ ചെയ്യുന്ന നിറവേറ്റുകയും അതിന് ആവശ്യമായിട്ടുള്ള അല്ലെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തരുന്നുണ്ട്, സപ്ലയേഴ്സ് ഇൻവോയ്സ് തരുന്നുണ്ട് അല്ലെ, ആണോ? ബില്ല് തരുന്നുണ്ട് അല്ലെ, ആ ഇൻവോയ്സ് തരുന്നുണ്ട്. അപ്പൊ എന്താണ്, യു വിൽ റിസീവ് ആൻ ഇൻവോയ്സ് ഫ്രം ദ സെല്ലർ detailing the total of your order and the timeline invoice indicating no outstanding balance. എന്ന് വെച്ചാല് നമ്മ ആ ഒരു ഇൻവോയ്സ് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മ ആ ഒരു പ്രോഡക്റ്റിന് ടോട്ടൽ എത്ര പ്രൈസ് അല്ലെ, എത്ര കോസ്റ്റ് കൊടുക്കണം, കൂടാതെ നമുക്ക് മുൻപ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടാവുമല്ലോ, ചിലപ്പോ നമ്മ ആ ഒരു സപ്ലയേഴ്സുമായിട്ട് ബിസിനസ് നടത്തുന്നതായിരിക്കും അല്ലെ, പർച്ചേസ് നടത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, മുൻപത്തെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഇനി എന്നാണ് അടയ്ക്കേണ്ടത് അതിന്റെ ആ ഒരു ടൈം ലൈനും കൂടി നമ്മുടെ ആ ഒരു ഇൻവോയ്സിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, അതൊക്കെയാണോ?
നമുക്ക് ആ പ്രോഡക്റ്റ് അവർ ഡെലിവറി ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇൻവോയ്സ് നമ്മ ആ ഒരു പേയ്മെന്റ് ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് നമ്മ എത്ര പേ ചെയ്യണം അല്ലെ, എത്ര പൈസയാണ് നമ്മുടെ സപ്ലയേഴ്സ് നൽകേണ്ടത് എന്ന് ആ ഒരു ഇൻവോയ്സിൽ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മ ആ ഒരു കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ നമ്മ ആ ഒരു സെല്ലേഴ്സുമായിട്ട് സ്ഥിരമായി പർച്ചേസിങ് നടത്തുന്ന ആളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുൻ ബാലൻസ് അല്ലെ, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിന് എന്നാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ആ ഒരു പേയ്മെന്റ് നടത്തേണ്ടത് എന്നുള്ള ഒരു ടൈം ലൈനും കൂടി നമ്മുടെ ഇൻവോയ്സിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പേയ്മെന്റ് ഫോർ ദി പ്രോഡക്റ്റ് അല്ലെ, നമുക്ക് കിട്ടിയ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മ പൈസ അടക്കണം അല്ലെ, നമുക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടുള്ളൂ, പേയ്മെന്റ് നടത്തിയോ നമ്മ? ഇല്ല അല്ലെ. അപ്പൊ ഇനി എന്താണ്, നമ്മ പേയ്മെന്റ് കൊടുക്കാണ്, നമ്മ വാങ്ങിച്ച നമുക്ക് ഡെലിവറി ചെയ്ത ആ ഒരു പ്രോഡക്റ്റിന് പേയ്മെന്റ് കൊടുക്കുന്നു. ഇഫ് യു ഹാവ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഫോർ യുവർ ഓർഡർ അല്ലെ, നമുക്ക് ആ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് മുൻപ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ചിലപ്പോ അതല്ലാണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് പറയാട്ടോ. ഇപ്പൊ എന്താണ്, നമ്മ ആ ഒരു പ്രോഡക്റ്റ് നമ്മ പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോ ചിലപ്പോ നമ്മ അഡ്വാൻസ് കൊടുക്കാറില്ലേ? ഇല്ലേ, അഡ്വാൻസ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യും, ആ അഡ്വാൻസ് നമ്മുടെ ഫൈനൽ എമൗണ്ടിന് കുറയ്ക്കാറില്ലേ? വലിയ വലിയ പർച്ചേസിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സ് പറയാറുണ്ട് അല്ലെ, ഞങ്ങൾക്ക് എന്തായാലും അതിന്റെ ഇത്ര പെർസെന്റേജ് അഡ്വാൻസ് തരണം എന്ന് പറയാറുണ്ട് അല്ലെ. ഇല്ലേ, എന്താണ് ആ ഒരു ഓർഡർ ക്യാൻസൽ ആയി പോയാല് അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ അഡ്വാൻസ് മേടിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയും പറയാം കേട്ടോ. ആ ഒരു അഡ്വാൻസ് നമുക്ക് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻവോയ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേക്ക് ഷുവർ ടു പേ ദ ഇൻവോയ്സ് ഫോർ ദ ടേംസ് സെറ്റ് ഫോർ ബൈ ദി സെല്ലർ ടു കംപ്ലീറ്റ് ദ ഫുൾഫിൽമെന്റ് പ്രോസസ് ഫോർ യുവർ പർച്ചേസ് ഓർഡർ അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു പൈസ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് അവർ ബാക്കി എന്ത് ചെയ്യും, റിഡക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മ ആ പേയ്മെന്റ് അടച്ചിട്ട് ആ ഒരു പർച്ചേസ് ഓർഡർ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ അല്ലേ. അതല്ലെങ്കിൽ മുൻ ബാലൻസ് ആണെങ്കിൽ അതിനുള്ള ടേംസും അവർ ആ ഒരു ഇൻവോയ്സിൽ എന്നാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി എന്താണ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവരെ കൊണ്ട് പേയ്മെന്റ് നടത്തിക്കുന്നത്, നമ്മുടെ ബയേഴ്സിനെ കൊണ്ട് പേയ്മെന്റ് നടത്തിക്കുന്നത്. ഇനി എന്നാണ് ബാക്കി ബാലൻസ് ഇവർ അടക്കുന്നത് അല്ലെ. അവർക്ക് എന്ത് വേണം, പ്രൂഫ് വേണം അല്ലെ. സപ്ലയേഴ്സിന് പ്രൂഫ് വേണ്ടേ, അവരുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ബയേഴ്സിന് കൊടുത്തു അല്ലെ. അപ്പൊ അതിന്റെ പേയ്മെന്റ് നമ്മുടെ ബയേഴ്സ് അടക്കുന്നുള്ള ഒരു പ്രൂഫ് വേണ്ടേ? വേണോ? വേണം. അപ്പൊ അതിനു വേണ്ടി അതിനുള്ള ആ ഒരു എന്താണ് ടേംസ് ആ ഒരു ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡറിന്റെ സബ്മിഷന് വേണ്ടിയുള്ള അല്ലെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. 7 സ്റ്റെപ്പുകളാണ് അല്ലെ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ എന്താണ്, ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്ട്സ് അല്ലെ, നമുക്ക് എന്നാണ് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമായി വരുന്നത് അല്ലെ, എന്നത്തേക്കാണ് ആ ഒരു പ്രോഡക്റ്റ് വേണ്ടി വരുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യുക. നമ്മ ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുക അല്ലെ, ഡ്രാഫ്റ്റ് ചെയ്യുക. നാലാമത് വരുന്നത് പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയതിനു ശേഷം അത് നമ്മുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് സെൻഡ് ചെയ്യുക അല്ലെ, അയക്കുക, സബ്മിറ്റ് ചെയ്യുക. അവർക്ക് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് കിട്ടണം, ആ ഒരു കൺഫർമേഷൻ കിട്ടണം അല്ലെ. പർച്ചേസ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സ് കൈപ്പറ്റി റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് സ്വീകരിക്കുക. നെക്സ്റ്റ് എന്താണ്, പർച്ചേസ് ഓർഡർ നമുക്ക് കിട്ടുകയും പിന്നെ എന്താണ് പർച്ചേസ് ഓർഡർ അല്ല നമ്മ ഓർഡർ കൊടുത്ത ആ ഒരു പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുകയും നമ്മ ഇൻവോയ്സ് കളക്ട് ചെയ്യുക റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, നമ്മൾ റിസീവ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റിന്റെ പേയ്മെന്റ് നമ്മുടെ സപ്ലയേഴ്സിന് അടയ്ക്കുന്നു. ഓക്കെ ആണോ? ഈ ഒരു പർച്ചേസ് ഓർഡർ മാത്രം മതിയോ നമുക്കൊരു പർച്ചേസ് ചെയ്യാനായിട്ട്? ഇപ്പൊ നമ്മ പഠിച്ചു അല്ലെ, പർച്ചേസ് ഓർഡർ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ല അല്ലേ.
ഇൻവോയ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഇൻവോയ്സ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്, കൺഫർമേഷൻ ഉണ്ടോ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഉണ്ട് അല്ലെ. അത് കൂടാതെ പാക്കിംഗ് സ്ലിപ്പ് ഉണ്ട്. കൂടാതെ നമുക്ക് എന്താണ്, പാക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സിനൊപ്പം എന്തുകൂടി നമുക്ക് തരുന്നുണ്ട്, പാക്കിംഗ് സ്ലിപ്പ് കൂടി തരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, അതർ ഡോക്യുമെന്റ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർഡർ, നമുക്ക് പർച്ചേസ് ഓർഡറിനൊപ്പമുള്ള മറ്റു ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ്, പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള other documents അല്ലെ, മറ്റു രേഖകൾ എന്തൊക്കെയാണ്. The purchase order is only one in a series of document exchanged as this type of business transaction is completed അല്ലെ. നമ്മുടെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, പണമിടപാടുകൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ്, ബിസിനസ് ഇടപാട് പൂർത്തിയാക്കാൻ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന രേഖകളില് ഒന്ന് മാത്രമാണ് പർച്ചേസ് ഓർഡർ. ഓക്കെയാണോ? നമ്മൾ ഇത്തരത്തിലുള്ള അല്ലെ, പർച്ചേസ് ചെയ്യുന്ന പോലെയുള്ള എന്താണ് ബിസിനസ് ഇടപാടുകൾ, ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അത് പൂർത്തിയാക്കാൻ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, സപ്ലയേഴ്സും ബയ്യേഴ്സും തമ്മിൽ കൈമാറ്റം ചെയ്യുമല്ലോ ഒരുപാട് ഡോക്യുമെന്റ്സുകൾ. അപ്പൊ അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന രേഖകളില് ഒന്ന് മാത്രമാണ് പർച്ചേസ് ഓർഡർ. The other important documents involved in the purchase include the following അല്ലെ. എന്താണ്, നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകള് താഴെ പറയുന്നതാണ് അല്ലെ. എന്താണ്, നമ്മുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട രേഖകളില് ഒന്ന് മാത്രമാണ് പർച്ചേസ് ഓർഡർ. ഓക്കെയാണോ? ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് അല്ലെ. ഫസ്റ്റ് ഇൻവോയ്സ്. ഇൻവോയ്സ് നമുക്കറിയാം അല്ലെ. ഇൻവോയ്സ് ആരാണ് തരുന്നത്? സെല്ലർ. എന്തിനു വേണ്ടിയാണ് ആ ഇൻവോയ്സ് നമ്മുടെ ബയ്യറിന് കൊടുക്കുന്നത്? സെല്ലറാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ, ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ സെല്ലർ ബയ്യറിന് ഇങ്ങനെ ഒരു ഇൻവോയ്സ് നൽകുന്നത്? ടോട്ടൽ എമൗണ്ട്, ബാലൻസ്, പേയ്മെന്റ് ചെയ്യാം അല്ലെ. ഓക്കെ. എന്താണ് അവര് കൊടുത്തിരിക്കുന്ന അല്ലെ, നമ്മുടെ സെല്ലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബയ്യേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ് ബയ്യർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയല്ലേ. ഓർഡർ കൊടുത്ത ഐറ്റംസിന് പേയ്മെന്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിനോ, ക്വാണ്ടിറ്റി അറിയാനാണോ നിഷ? പേയ്മെന്റിന് വേണ്ടി. ബില്ല് എന്തിനാണ്? ബില്ല് എന്തിനാ? നമുക്ക് കടയിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മുടെ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബില്ല് തരാറില്ലേ? നമ്മ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട്സിൽ ചെല്ലുമ്പോൾ നമുക്ക് ബില്ല് തരാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ് ആ ബില്ല് തരുന്നത്? നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനത്തിന് പേയ്മെന്റ് ചെയ്യാനില്ലേ? അതേപോലെ ഇൻവോയ്സ് എന്താണ്, നമ്മുടെ സപ്ലയേഴ്സ്, സെല്ലേഴ്സ് ബയ്യറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ പേയ്മെന്റ് അല്ലെ, പൈസ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൺഫർമേഷൻ സ്ഥിരീകരിക്കുന്നതിനോ ആണ് എന്ത്, ഇൻവോയ്സ് നൽകുന്നത്. ഓക്കെ ആണോ? The invoice either request or confirms payment for the order അല്ലെ. അവർ നൽകിയിരിക്കുന്ന നമ്മുടെ ബയ്യറിന്, നമ്മുടെ സെല്ലേഴ്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഐറ്റംസ്, ഓർഡർ ചെയ്ത ആ ഒരു ഐറ്റംസിന്റെ പേയ്മെന്റ് അഭ്യർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ആ ഒരു പേയ്മെന്റ് സ്ഥിരീകരിച്ചുകൊണ്ടോ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻവോയ്സ്. An invoice includes much of the same information as the purchase order with the favor details അല്ലെ. എന്താണ് നമ്മുടെ ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? നമ്മുടെ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഏത് ഐറ്റമാണ് പർച്ചേസ് ചെയ്തത്, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, അതിന്റെ റേറ്റ് എങ്ങനെയാണ്, ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് അല്ലെ.
ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കൂടാതെ ഇഫ് പേയ്മെന്റ് വാസ് നോട്ട് മെയ്ഡ് വിത്ത് ദ ഇനീഷ്യൽ പർച്ചേസ് ഓർഡർ ദ ഇൻവോയ്സ് വിൽ സ്പെസിഫൈ വിത്ത് പേയ്മെന്റ് ഈസ് ഡ്യൂ. അല്ലെ, എന്താണ് നമ്മ ആ ഒരു പ്രാരംഭ പർച്ചേസ് ഓർഡറിനൊപ്പം പേയ്മെന്റ് നടത്തിയിട്ടില്ല. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞു അഡ്വാൻസ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? അഡ്വാൻസ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പർച്ചേസ് ഓർഡറിന്റെ ആ ഒരു പ്രാരംഭ ഘട്ടത്തില് ആ ഒരു പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ എന്താണ് പേയ്മെന്റ് എപ്പോൾ നൽകണമെന്ന് നമ്മുടെ ഇൻവോയ്സിൽ അവര് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് അവര് ഏത് ദിവസത്തിനുള്ളില് നമ്മുടെ ബയ്യറ് സെല്ലേഴ്സിന് പേയ്മെന്റ് നടത്തണം എന്നുള്ള കാര്യം നമ്മുടെ ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എടുക്കട്ടെ. ഇൻവോയ്സ് ഓക്കെ ആണോ എല്ലാവർക്കും? ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലർ ബയ്യർക്ക് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിനുള്ള പേയ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇൻവോയ്സിൽ നമ്മുടെ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. കൂടാതെ നമ്മുടെ പർച്ചേസ് ഓർഡർ നമ്മുടെ സെല്ലേഴ്സിന് നൽകുന്ന സമയത്ത് നമ്മൾ ഒരു എമൗണ്ട് എന്താണ് പേയ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സാധനം അല്ലെ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന ആ ഐറ്റം റിസീവ് ചെയ്തിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ് നടത്തണമെന്ന് ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പർച്ചേസ് ഓർഡർ ബയ്യറിന്റെ പർച്ചേസ് ഓർഡർ സെല്ലർ സ്വീകരിച്ചു അല്ലെ, എക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. The purchase order confirmation proves receipt of the purchase order by the seller അല്ലെ. എന്താണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്നത്? പർച്ചേസ് ഓർഡർ നമ്മുടെ സെല്ലർ സ്വീകരിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് അല്ലെ, ഒരു പ്രൂഫാണ്. ഓക്കെ അല്ലെ. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്നത് പർച്ചേസ് ഓർഡർ നമ്മുടെ സെല്ലർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സ് സ്വീകരിച്ചു, അവര് റിസീവ് ചെയ്തു എന്നതിന്റെ ഒരു തെളിവാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെ ആണോ? If buyer doesn't receive a purchase order confirmation, നമ്മുടെ ബയ്യർക്ക് അല്ലെ വാങ്ങുന്ന ആൾക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ, അവര് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ the buyer should contact the seller to determine whether the purchase order received or lost. അല്ലെ, എന്താണ് നമ്മുടെ ബയ്യർ സെല്ലറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിക്കണം അല്ലെ, ക്വയറീസ് എഴുതണം. എന്താണ് അവർക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ ലഭിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ബയ്യർ സെല്ലറിന്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പാക്കിംഗ് സ്ലിപ്പ്. പാക്കിംഗ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? പാക്കിംഗ് സ്ലിപ്പ് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി. പാക്കിംഗ് സ്ലിപ്പ് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ക്വാണ്ടിറ്റി ആണ്. ഏത് ഐറ്റം ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് പാക്ക് ചെയ്ത് വരുന്ന ഐറ്റം ഡീറ്റെയിൽസ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓർഡർ ചെയ്യുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി മാച്ച്ഡ് ഐറ്റംസ് അല്ലെ, ഐറ്റം എ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് അല്ലെ. ഒരുപാട് ക്വാണ്ടിറ്റിയിലായിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോ ബോക്സുകളൊക്കെ ആയിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ ഓരോ ബോക്സിലും ഏത് ഐറ്റം ആണ് ഉള്ളത്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും പാക്കിംഗ് സ്ലിപ്പിൽ അല്ലെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് മാച്ച് ചെയ്ത് അത് വെരിഫൈ ചെയ്യാലോ അല്ലെ, പെട്ടെന്ന് അല്ലെ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അല്ലെ ഏത് ഐറ്റം ആണ് എന്നുള്ള അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. The packing slip is a document included with the delivery of the order അല്ലെ. എന്താണ് നമ്മുടെ ഓർഡർ ഡെലിവറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖയാണ്, നമ്മുടെ ഇൻവോയ്സ് പോലെ തന്നെ ഒരു രേഖയാണ് പാക്കിംഗ് സ്ലിപ്പ്. The packing slip
should match the item description and quantity as specified on the purchase order as well as the invoice. അല്ലെ, നമ്മുടെ പർച്ചേസ് ഓർഡറിലും ഇൻവോയ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റുകളാണോ അല്ലെ, അങ്ങനെയുള്ള ഐറ്റം ഡിസ്ക്രിപ്ഷനും ക്വാണ്ടിറ്റിയും എല്ലാം നമ്മുടെ പാക്കിംഗ് സ്ലിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു സെല്ലേഴ്സ് തരുന്ന പ്രോഡക്റ്റുകൾ നമ്മ പർച്ചേസ് ഓർഡറിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണോ അല്ലെ, അത്രയും സെയിം ക്വാണ്ടിറ്റിയിലുണ്ടോ അല്ലെ എന്ന് വെരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പാക്കിംഗ് സ്ലിപ്പ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. confirming the completion of a successful purchase requires all of the above document. അല്ലെ, അപ്പൊ ഒരു വിജയകരമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പർച്ചേസ് നമുക്ക് പൂർത്തീകരിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും വേണം അല്ലെ. പർച്ചേസ് ഓർഡർ ഇല്ലാണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലില് കൺഫർമേഷൻ വേണം അല്ലെ, കൺഫർമേഷൻ വേണം അല്ലെ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വേണം, ഇൻവോയ്സ് വേണം, പാക്കിംഗ് സ്ലിപ്പ് വേണം അല്ലെ. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിജയകരമായിട്ടുള്ള ഒരു പർച്ചേസ് പൂർത്തിയാക്കാനായിട്ട് സ്ഥിരീകരിക്കുന്നതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള രേഖകളെല്ലാം വേണം അല്ലെ. By using three-way matching with the purchase order, invoice and packing slip, companies can ensure that it was handled properly. കമ്പനികളില് അവർ നടത്തിയ ആ ഒരു പർച്ചേസ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അവർക്ക് നടത്താൻ സാധിച്ചോ അല്ലെ, അവർക്ക് ചെയ്യാൻ സാധിച്ചോ എന്ന് അവര് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഈ 3 ഡോക്യുമെന്റുകളും വെരിഫൈ ചെയ്ത് മാച്ച് ചെയ്തിട്ടാണ് അവരത് ഉറപ്പുവരുത്തുന്നത്. പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, പാക്കിംഗ് സ്ലിപ്പ്, അങ്ങനെയുള്ള 3 ഡോക്യുമെന്റ്സും നോക്കി വെരിഫൈ ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു പർച്ചേസ് വിജയകരമായി ശരിയായ രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ നടത്താൻ സാധിച്ചോ എന്ന് അവര് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ പർച്ചേസ് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അല്ല നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ പാക്കിംഗ് സ്ലിപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മ ഒരു 200 എണ്ണം കൊടുത്തത് നമുക്ക് 150 എണ്ണം വന്നിട്ടുള്ളൂ എങ്കിൽ ആ ഒരു പർച്ചേസ് നമുക്ക് വിജയകരമാണെന്ന് പറയാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങളും കൂടി മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവര് നടത്തിയ പർച്ചേസിങ് ശരിയായ രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് പർച്ചേസ് ഓർഡർ അല്ലെ. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നതുപോലെ തന്നെ പർച്ചേസ് ഓർഡറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, പോരായ്മകളുണ്ട്. നമുക്ക് എല്ലാ പർച്ചേസിങ്ങും എല്ലാ സർവീസുകളും നമുക്ക് എന്തിലൂടെ ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ഓർഡറിലൂടെ ചെയ്യാൻ പറ്റില്ല അല്ലെ. കറണ്ട് ബില്ലടക്കാം, വെള്ളത്തിന്റെ ബില്ലടക്കാം നമുക്ക് പർച്ചേസ് ഓർഡറിലൂടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ നമ്മ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. മന്ത്ലി പേയ്മെന്റ് നടത്തുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അപ്പൊ അത് നമുക്ക് പർച്ചേസ് ഓർഡറിലൂടെ പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നോക്കിയേ, യു കനോട്ട് യൂസ് എ പർച്ചേസ് ഓർഡർ ഫോർ എവറി എക്സ്പെൻസ് വിത്തിൻ എ ബിസിനസ് അല്ലെ. ഒരു ബിസിനസ്സിലെ എല്ലാ എക്സ്പെൻസും എല്ലാ ചെലവുകൾക്കും നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റില്ല? എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെയാണോ? ഒരു ബിസിനസിന്റെ എല്ലാ ചെലവുകൾക്കും എവറി എക്സ്പെൻസസ് അല്ലെ, എല്ലാ ചെലവുകൾക്കും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പർച്ചേസ് ഓർഡർ ആർ എഫക്റ്റീവ് ഫോർ പർച്ചേസസ് that have a predetermined price and quantity. എന്നൊക്കെ പർച്ചേസ് ഓർഡർ എപ്പോഴാണ് എഫക്റ്റീവ് ആകുന്നത്, ഫലപ്രദമാകുന്നത്? നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡർ എഫക്റ്റീവ് ആവുന്നത് അല്ലെ. നമുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനല്ലേ, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ റിസോഴ്സുകളൊക്കെ വാങ്ങിക്കാനാണ് അല്ലെ
പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുന്ന പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിന്റെയും ക്വാണ്ടിറ്റിയിലെയും പ്രോഡക്റ്റുകൾ പർച്ചേസ് വാങ്ങാൻ മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡർ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് some items that you cannot track by using a purchase order include the following. എന്താണ്, നമുക്ക് ചില ഐറ്റംസ് ഈ ഒരു പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെ, ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് താഴെ കൊടുക്കുന്നു അല്ലെ. ഫസ്റ്റ് പറയുന്നത് റെക്കറിംഗ് ബില്ല്. റെക്കറിംഗ് ബില്ല് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന ബിൽസുകളില്ലേ, നമുക്ക് ആവർത്തിച്ച് പേയ്മെന്റ് നടത്തേണ്ടത് മന്ത്ലി, എല്ലാ മാസവും. അപ്പൊ അങ്ങനെയുള്ള ബില്ലാണ് കേട്ടോ റെക്കറിംഗ് ബിൽ. യുവർ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ or rent cannot be detailed on a purchase order. അല്ലെ, നമുക്ക് മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടി വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസിന്റെ ബില്ല്, വാട്ടർ or rent അല്ലേ, അവരെന്തെങ്കിലും റെന്റിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെന്റ് ഒക്കെ എന്താണ് നമുക്ക് പർച്ചേസ് ഓർഡറിൽ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അടക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ബില്ലിംഗ് എ വെഞ്ചർ ഫോർ ദിസ് എക്സ്പെൻസ് എ സപ്ലയർ വിൽ ബിൽ യു അല്ലെ. എന്താണ്, നമുക്കത് തരുന്ന, ഇപ്പൊ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ KSEB നമുക്ക് ബില്ല് തരും അല്ലെ. അല്ലേ, അവർ വന്ന് നോക്കി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അതിനൊരു ബില്ല് എന്ന് നമ്മൾ അടക്കാണ് അല്ലെ. ഗ്യാസ് ആണെങ്കിൽ തീർന്നു കഴിയുമ്പോൾ എന്താണ്, ഗ്യാസിന്റെ ഓഫീസിൽ നിന്ന് വന്ന് അവര് വന്ന് സിലിണ്ടർ വന്ന് നമ്മൾ പേയ്മെന്റ് നടത്താണ്. ഹോസ്പിറ്റൽ ആകുമ്പോൾ നമ്മൾ ഏത് ഗ്യാസ് ആണോ വാങ്ങുന്നത് അല്ലെ, നൈട്രജൻ ആണ്, ഓക്സിജൻ ആണ്, അതുമായി ബന്ധപ്പെട്ട സപ്ലയേഴ്സ് ബില്ല് വരും, നമ്മൾ പേയ്മെന്റ് നടത്തും അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ബില്ലിംഗ് എ വെഞ്ചർ ഫോർ ദിസ് എക്സ്പെൻസ് അല്ലെ, നമ്മൾ ചെലവാക്കുന്ന ആ ഒരു ചെലവ് എക്സ്പെൻസ് എന്താണ്, ഇലക്ട്രിസിറ്റിയുടെ, ഗ്യാസിന്റെ, വാട്ടറിന്റെ, അവര് നമുക്ക് പേയ്മെന്റ് ബില്ല് തരികയും നമ്മൾ അത് പേ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് മന്ത്ലി ഡിസ്ക്രിപ്ഷൻ. ആവർത്തിച്ചു വരുന്ന, റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ മേ ബി ബിൽഡ് മന്ത്ലി ഓർ ആനുവലി. എന്താണ്, നമ്മ മന്ത്ലി ആ ഒരു പേയ്മെന്റ് എന്താണ് മന്ത്ലി അല്ലെങ്കിൽ ആനുവലി പേയ്മെന്റ് നടത്തുന്നത് അല്ലെ, ബില്ല് ചെയ്യുന്നത്. but they are not handled with a purchase order. നമുക്ക് എങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പർച്ചേസ് ഓർഡർ വെച്ചിട്ടാണിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചില എന്താണ് നമ്മുടെ ഈ കേബിളിന്റെ അല്ലെങ്കിൽ നെറ്റിന്റെ ഒക്കെ നമ്മ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ, സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അല്ലേ, നെറ്റിൻ്റെത്, ഏഷ്യാനെറ്റിക്. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകൾ അല്ലെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ പേയ്മെന്റ് നടത്തുന്നത്. ഈ സപ്ലയർ ബിൽ സബ്മിറ്റ് എ ബിൽ ടു യു ഓൺ എ റെഗുലർ ബേസിസ് അല്ലെ. നമുക്ക് എന്താണ് ഒരു റെഗുലർ ബേസിസിൽ നമ്മുടെ സപ്ലയേഴ്സ് എന്ത് തരുന്നുണ്ട്, നമുക്ക് ബില്ല് തരുന്നു അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ, സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ് അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു സർവീസിനനുസരിച്ച് ആ ഒരു കോസ്റ്റില് വ്യത്യാസം വരുന്നത്. ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ് ആൻഡ് ലീഗൽ സർവീസസ് അല്ലെ. നമ്മൾ അത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്, കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമുക്ക് ബില്ല് വരുന്നത്, അതിന്റെ പേയ്മെന്റ് വരുന്നത്, കോസ്റ്റ് വരുന്നത് അല്ലെ. അഡ്വർടൈസിങ് വലിയ രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ രീതിയിലാണ് അഡ്വർടൈസ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ വലിയ വലിയ സിനിമ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണോ അഡ്വർടൈസ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെയൊക്കെ ബേസിസിലല്ലേ അതിന്റെ എക്സ്പെൻസ് വരുന്നത്, ആണോ? ആണ് അല്ലെ. അപ്പൊ ആ ഒരു സർവീസിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്, എത്രയാണ് എക്സ്പെൻസ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റുകൾ അല്ലെ.
ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ് ആൻഡ് ലീഗൽ സർവീസസ് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെ, വിപണിയിൽ മാർക്കറ്റിംഗ് നടത്തുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്, ലീഗൽ നിയമപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ എന്താണ്, നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് പറയാൻ പറ്റില്ല അല്ലെ. മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുമോ അതിന് ഇത്ര ചെലവ് വരും അല്ലെ, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സർവീസുകള് യു ആർ ബിൽഡ് ഫോർ ദീസ് സർവീസസ് അപ്പോൾ completion of the job and do not create a purchase order for them in advance അല്ലെ. അപ്പൊ നമുക്ക് ഇത് എപ്പോഴാണ് അതിന്റെ ബില്ലും അതിന്റെ ആ ഒരു ചെലവും മനസ്സിലാക്കുന്നത്, ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്കൊരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കി മുൻകൂട്ടി ആ ഒരു പേയ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ ആണോ? നമുക്കിപ്പോ നിയമപരമായിട്ടുള്ള സർവീസ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വക്കീലൊക്കെ പറയും അല്ലെ, ലോയർ പറയും ഇത്ര രൂപയാണ് ഞങ്ങളുടെ ഫീസ് അല്ലെ. അങ്ങനെയല്ലേ, എത്ര രൂപ അവർക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ അതെന്താണ്, ആ ഒരു സർവീസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബില്ല്, ആ ഒരു പേയ്മെന്റ് വരുന്നത്. നമുക്കത് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കി അതിന്റെ പേയ്മെന്റ് നടത്താൻ സാധിക്കുകയില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇന്റേണൽ ഇന്റേണൽ എക്സ്പെൻസസ് അല്ലെ. ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെയുള്ള എക്സ്പെൻസസ്, ഇന്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ പർച്ചേസസ് ഫോർ വിച്ച് എംപ്ലോയീസ് ആർ റീഇംബേഴ്സ്ഡ് ആൻഡ് ആർ ഹാൻഡിൽഡ് വിത്ത് റീഇംബേഴ്സ്മെന്റ് റിക്വസ്റ്റ് അല്ലെ. എന്താണ്, ജീവനക്കാർക്ക് പണം തിരികെ ലഭിക്കുന്ന കാര്യങ്ങൾക്കുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിനുള്ള ഒരു തിരിച്ചടവ് അല്ലെ. ഇപ്പൊ നമുക്ക് ചില കമ്പനികളില് നമുക്ക് എന്ത് തരാറുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ല, ബിസിനസ് ട്രാവലിംഗ് ഒക്കെ തരാറില്ലേ. അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പോകൂല്ലേ. എന്നിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് നമ്മ അതിന്റെ ബില്ല് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പേയ്മെന്റ് നടത്താറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകൾ, അപ്പൊ നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റുമോ, ആ ഒരു ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാവലുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകൾ എന്താണ്, ചിലപ്പോ അത് നമ്മുടെ എക്സ്പെൻസ് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു എംപ്ലോയിന്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. അതിനുശേഷം അവർക്ക് ആ ചിലവായ പൈസ നമ്മുടെ കമ്പനി തിരിച്ചു നൽകുന്നു അല്ലെ, റീഇംബേഴ്സ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ബിൽസുകൾ നമുക്ക് അതിന് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് നടത്താൻ പറ്റുമോ? ആ ഒരു എക്സ്പെൻസ്, ആ ഒരു ട്രാൻസാക്ഷൻ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഡർ എന്താണ്, ജീവനക്കാർക്ക് പണം തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, തിരിച്ചടവ് അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പേയ്മെന്റ് തിരിച്ചു നൽകുന്നത്. അപ്പൊ നോക്കിയേ, the employees does not submit a purchase order for expense such as office supplies or business travel. എന്താണ്, നമ്മുടെ എംപ്ലോയീസ് പർച്ചേസ് ഓർഡർ ആണോ നമ്മുടെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്? അല്ല അല്ലെ. ബിൽസുകളായിരിക്കും അല്ലെ, ബില്ലുകളൊക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് ചെലവായ ഒരു ബില്ല് അല്ലെ. എന്താണ്, ഓഫീസ് സപ്ലൈസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ട്രാവലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ എംപ്ലോയീസിന് വരുന്ന ചിലവുകള്. ഓക്കെ ആണോ? ഇപ്പൊ ഓഫീസിൽ എന്തെങ്കിലും കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് മുൻകൈ എടുത്ത് അത് നന്നാക്കും അല്ലെ. അതിനുശേഷം അവർക്ക് തിരിച്ചു കൊടുക്കുമല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമായി വന്നതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓഫീസ് സപ്ലൈസ് ഓർ ബിസിനസ് ട്രാവൽ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പർച്ചേസ് ഓർഡറിന്റെ ലിമിറ്റേഷൻസിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, റിക്കറിംഗ് ബിൽസ് നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ്, സർവീസസ് വിത്ത് വേരിയിങ് കോസ്റ്റ്. 4ാമത്തത് ഇന്റേണൽ എക്സ്പെൻസസ്. ഒന്ന് വായിച്ചു നോക്കോ, എന്നിട്ട് മിസ് ബാക്കി എടുക്കാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ.
നെക്സ്റ്റും കൂടി എടുക്കട്ടെ മിസ്? എടുക്കട്ടെ? എന്നിട്ട് വായിച്ചാൽ മതിയോ? നെക്സ്റ്റും കൂടി എടുത്തിട്ട് വായിച്ചാൽ മതിയോ? Okay. What information is on a purchase order? Like, നമ്മുടെ purchase order എന്തൊക്കെ informations വിവരങ്ങളാണ് ഉള്ളത്? The information provided on a purchase order may differ between companies depending on the type of goods or services required. അല്ലെ, എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? എന്തിന്റെ അടിസ്ഥാനത്തില്? ആ ഒരു കമ്പനിയുടെ വ്യത്യാസത്തിൽ. ഇപ്പൊ വലിയ കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ അല്ലെ, ആ ഒരു കമ്പനിയുടെ വ്യത്യാസത്തിൽ ഡിഫർ ബിറ്റ്വീൻ കമ്പനീസ്, ഓരോ കമ്പനികളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡിപ്പെൻഡിങ് ഓൺ ദി ഗുഡ്സ് ഓർ സർവീസസ് റിക്വയർഡ് അല്ലെ, അവർക്ക് ആവശ്യമായി വരുന്ന ആ ഒരു ഗുഡ്സ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കമ്പനിയിലും അവരുടെ പർച്ചേസ് ഓർഡറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസിലെ വിവരങ്ങളില് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെയാണോ? എല്ലാ കമ്പനിയിലെ പർച്ചേസ് ഓർഡർ ഒരേപോലെ ആയിരിക്കില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസം വരുന്നത്? അവര് എന്താണ് പർച്ചേസ് ചെയ്യുന്ന അല്ലെ, അവര് വാങ്ങുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും അടിസ്ഥാനത്തില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത്, however most purchase order contains details of the goods and services being ordered. അല്ലെ, എന്നിരുന്നാലും അല്ലെ എന്താണ് മിക്ക പർച്ചേസ് ഓർഡറിലും, മോസ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ, നമ്മുടെ മിക്ക പർച്ചേസ് ഓർഡറിലും എന്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുന്ന? നമ്മ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മ ഓർഡർ ചെയ്യുന്ന ഗുഡ്സ് എന്താണ്, സർവീസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. This information may be detailed as so desired by the purchase അല്ലെ. എന്താണ് വാങ്ങുന്നയാൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള അല്ലെ, പർച്ചേസിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മ പറയാറില്ലേ അതിന്റെ കോസ്റ്റ്, അതിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ പറയാറില്ലേ? ടോട്ടൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് അല്ലെ. എന്താണ് വാങ്ങുന്നയാൾക്ക് എന്താണ് ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും? പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെയാണോ? The most important item regarding a purchase order is the unique number of the purchase order. അല്ലെ, മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ യൂണീക്ക് ഓർഡർ അല്ലെ. ഇപ്പൊ ആദ്യം നമ്മ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് 1 എഴുതും അല്ലെ, രണ്ടാമത്തത് 2 അല്ലെ. അപ്പൊ നമുക്ക് ആ യൂണീക്ക് നമ്പർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാലോ, ട്രാക്ക് ചെയ്യാലോ ഏത് ഐറ്റം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു യുണീക്ക് നമ്പർ നമ്മുടെ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, this number will be used to track purchase, outstanding orders, shipments received and accounts payable. അപ്പൊ നമുക്ക് ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പർച്ചേസ് ട്രാക്ക് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് ലഭിക്കാത്ത ഓർഡർ ഏതാണെന്ന് കണ്ടുപിടിക്കാം, അതിന്റെ ഷിപ്മെന്റ്സുകൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ, നമുക്ക് ഡെലിവറി നടത്തിയിട്ടുണ്ടോ, ഷിപ്മെന്റ് ആയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. നമ്മ അക്കൗണ്ട് അല്ലെ എത്ര പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി എത്ര പേയ്മെന്റ് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ ആ ഒരു യൂണിറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട്. ഇപ്പൊ നമുക്ക് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്താൽ മതി, ആ ഒരു യൂണിറ്റ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും വരില്ലേ സിസ്റ്റത്തില്? ആണോ? വരും. അപ്പൊ അതിൽ നോക്കി അവർ ഏത് പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്തത് അല്ലെ, ആരോടാണ് ഓർഡർ ചെയ്തത് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ. പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ, ഇനി ബാലൻസ് ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂണിറ്റ് നമ്പർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് സം ഓഫ് ദി അതർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ ആണ്. നമ്മൾ അത് കൂടാതെ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പാർട്സ് ഓർ ലേബർ അല്ലെ. എന്താണ് നമ്മ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അതിലെ ആ ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഏതെങ്കിലും മറ്റു പാർട്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ അല്ലെ? നമ്മ ആ ഒരു എന്താണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ആ ഒരു മെഷീൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ മറ്റു പാർട്സുകൾ അല്ലെങ്കിൽ ലേബേഴ്സ് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? പിന്നെ പാർട്ട് നമ്പർ അല്ലെ, നമ്മ വാങ്ങുന്ന ആ ഒരു മെഷീനിന്റെ പാർട്ടിന്റെ നമ്പർ, അതിന്റെ ആ ഒരു ഐഡന്റിഫൈ ആ ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്പർ ഉണ്ടാവും. ആ ഒരു പാർട്ട് നമ്പർ എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓരോന്നിന്റെ യൂണിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. പെർ ഐറ്റം കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, പേയ്മെന്റ് എങ്ങനെയാണ്, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ പേയ്മെന്റ് നടത്തുന്നത്, ഡെലിവറി മെത്തേഡ് എങ്ങനെയാണ്, ഡെലിവറി ഡേറ്റ്സ് എങ്ങനെയാണ്, ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസിലെ ടേംസ് നിബന്ധനകൾ ഉണ്ടാവും. പിന്നെ ഷിപ്പ് ടു അഡ്രസ്, ഏത് അഡ്രസ്സിലേക്കാണ് ഷിപ്പ് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് എത്രയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്, ആൻഡ് മേ ഇൻക്ലൂഡ് കോൺടാക്ട് ഇൻഫർമേഷൻ ഷുഡ് എ ക്വസ്റ്റ്യൻ അറൈസ് അബൌട്ട് ദ ഓർഡർ അല്ലെ. പിന്നെ എന്താണ് നമുക്ക് ആ ഓർഡറിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉയർത്താനായിട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്രസ് ആരോടാണ്, അതുമായി ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് ആരെ വിളിച്ചാലാണ് നമുക്ക് അത് അറിയാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ അഡ്രസ്സും കൂടി ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെയാണോ? അതായത് എന്താണ് നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് മിക്ക കാര്യങ്ങളും അല്ലെ ഒരു 90% അല്ലെങ്കിൽ 95% നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്ന പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ചില ഓർഡറിൽ 100% ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഒന്നും വിറ്റുപോയിട്ടില്ല അല്ലെ. പാർട്ട് നമ്പർ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, യൂണിറ്റ് ഒരെണ്ണത്തിന് എത്രയാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, പേയ്മെന്റ് ടേംസ് എങ്ങനെയാണ്, ഡെലിവറി മെത്തേഡ് എങ്ങനെയാണ്, എന്നാണ് ഡെലിവറി ചെയ്യേണ്ടത്, ഷിപ്പിങ്ങിന് പറഞ്ഞിരിക്കുന്ന ടേംസ് എന്താണ്, ഏത് അഡ്രസ്സിലേക്കാണ് ഷിപ്പ് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അല്ലേ, അത് അങ്ങനെയുള്ള എല്ലാം. പിന്നെ ഇവർക്ക് അത് ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആരുമായാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള അവരുടെ അഡ്രസ് കൂടി ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് വായിച്ചു നോക്കോ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. സിക്സ്ത് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും തീർന്നോ? എല്ലാ മിസ്സുമാരെടുക്കുന്ന ചാപ്റ്റേഴ്സ് തീർന്നോ? ഇല്ല. ഓക്കെ, മിസ് എടുക്കുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലെ, 5 എടുക്കാനുണ്ട്. ഓക്കെ, അതിന് മിസ്സിന്റെ ഉണ്ട്. ഓക്കെ, ഇന്നെടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇന്ന് സാറ്റർഡേ ആയിരുന്നേക്കും അല്ലെ, സ്ട്രെങ്ത് കുറവാണ് അല്ലെ. ഓക്കെ,
അപ്പൊ ബാക്കി മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.